ഹായ്, എല്ലാവർക്കും എൻ്റെ PSC ട്രെയിനിങ്ങിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷം ആളുകളുടെയും ഒരു ആഗ്രഹമാണ് PSC വഴി ജോലി ലഭിക്കുക എന്നുള്ളത്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളിലാണ് അധികം ആളുകൾ. പക്ഷെ അവർക്ക് ഒരു ബുദ്ധിമുട്ടായി തോന്നുന്ന ഒരു വിഷയം കണക്കാണ് എന്നുള്ളതാണ് സത്യം. കണക്കിൽ മെച്ചപ്പെട്ടാൽ PSC കിട്ടും എന്നുള്ളതാണ് പലരുടെയും പ്രശ്നം. കണക്ക് എന്നുള്ളത് അത്ര പ്രയാസമുള്ള ഒരു വിഷയമല്ല. അതിനെ ഭയത്തോടുകൂടി കാണുന്നു എന്നുള്ളതാണ് പ്രശ്നം. ആ ഭയത്തെ മാറ്റിവെച്ചാൽ കണക്ക് വളരെ നല്ലൊരു കൂട്ടുകാരനാണ്. നമുക്കത് ഈസിയായി പാസ്സാവുന്ന ഒരു വിഷയം. നമ്മുടെ പ്രശ്നം അതൊരിക്കലും ശരിയാവില്ല, കണക്ക് എനിക്ക് ശരിയാവില്ല എന്നുള്ള ഒരു തോന്നലാണ്. ആ ഒരു വിശ്വാസമാണ് നമ്മുടെ പ്രശ്നം. അപ്പോൾ അതിനുള്ള പരിഹാരം എന്നുള്ളത് എന്നെ കൊണ്ട് കഴിയും എന്നുള്ള വിശ്വാസത്തിലേക്ക് വരികയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഗണിതം വളരെ വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ, നല്ല മാർക്ക് വാങ്ങാവുന്നതേ. അതിന് നിങ്ങളെ സഹായിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. നിങ്ങളുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അറിയുകയാണെങ്കിൽ അതിനനുസരിച്ച് ക്ലാസുകൾ തരാൻ ഞാൻ തയ്യാറാണ്. നമുക്ക് ഒരു കണക്കിലൊരു പ്രശ്നം നോക്കാം. ഒരു പ്രശ്നമാണ് ഏറ്റവും ചെറിയ നിസർഗ സംഖ്യയും ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? ഇത് കേൾക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കണക്കായിട്ട് തോന്നുന്നു. യഥാർത്ഥത്തിൽ ഇത് വലിയൊരു പ്രശ്നമുള്ള കണക്കാണ്, വളരെ ഈസി ആയിട്ടുള്ള കണക്ക്. അവിടെ നമ്മൾ പ്രശ്നം എന്താണ് നിസർഗ സംഖ്യ, എന്താണ് അഖണ്ഡ സംഖ്യ, ഇത് അറിയാത്ത ചെറിയൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. നിസർഗ സംഖ്യ എന്ന് പറഞ്ഞാൽ അത് എണ്ണൽ സംഖ്യ. എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യകളാണ് എണ്ണൽ സംഖ്യ. അപ്പോൾ ആരൊക്കെ വരും? തീർച്ചയായും 1 വരും, 2 വരും, 3 വരും, 4 വരും, അങ്ങനെ അങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ തീർച്ചയായും അതിലെ നിസർഗ സംഖ്യയിലെ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ് എന്നാണ്, അത് നമുക്ക് ഉറപ്പാണ്. ഇനി അടുത്ത പ്രശ്നം എന്താണ് അഖണ്ഡ സംഖ്യ. അഖണ്ഡ സംഖ്യ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. എണ്ണൽ സംഖ്യയോട് കൂടി 0 ചേർന്നാൽ അഖണ്ഡ സംഖ്യ. അപ്പോൾ അഖണ്ഡ സംഖ്യയിലെ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? തീർച്ചയായും 0 ആണ്. ചുരുക്കി പറഞ്ഞാൽ ഈ ചോദ്യം എന്തേ ഉള്ളൂ? 1ഉം 0ഉം തമ്മിലുള്ള വ്യത്യാസം. 1ഉം 0ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? തീർച്ചയായും അത് 1 ആണ്. അപ്പോൾ വളരെ ധൈര്യത്തോടു കൂടി കാര്യങ്ങൾ പഠിച്ച് മുന്നേറുകയാണെങ്കിൽ നമുക്ക് ഈസിയായി കണക്ക് ജയിക്കാവുന്നതേ. നിങ്ങൾക്ക് കണക്കിലെ ഏത് ഭാഗങ്ങളാണ് പ്രശ്നമായിട്ടുള്ളത്, ഏത് ഭാഗങ്ങളാണ് ബുദ്ധിമുട്ടായിട്ടുള്ളത് എന്ന് നിങ്ങൾ കമന്റ് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ക്ലാസുകൾ എടുത്തു തരാൻ ഞാൻ തയ്യാറാണ്. തീർച്ചയായും നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക,
നിങ്ങളുടെ അഭിപ്രായങ്ങളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ തീർച്ചയായും നിങ്ങളെ സഹായിക്കാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എന്നുള്ള പ്രത്യാശയോടുകൂടി ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു ഫോർ യുവർ ഗ്രേറ്റ് സപ്പോർട്ട്.